മഴത്തോര് മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ഹരിയാണെങ്കിൽ എല്ലാവരെയും വിളിച്ച് കൂട്ടുന്നുണ്ട്. വൈകിട്ട് എല്ലാവരും കൂടെ കൂടിയൊന്ന് സംസാരിക്കണം. ഉദ്ദേശം ശരണ്യയെ വിളിച്ച് ഒറ്റയ്ക്ക് ഒരു വീട്ടിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി ഹരിയെ എല്ലാവരെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനെയും വിളിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് ഒരിടത്ത് ഒത്തുകൂടണോടാ. മോൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനോ എന്തെങ്കിലും പറയാം. ഞാനാണെങ്കിൽ അവളെ കൊണ്ട് ബൈക്കിലേക്ക് വരിക. അപ്പോൾ നീ ഒന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ 5 പേരും അവളും. രോഹിത്ത് ചോദിക്കുകയാണ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതിന് അവൾ സമ്മതിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഹരി പറയാണ്, എല്ലാ പെണ്ണുങ്ങളും എല്ലാം സമ്മതിച്ചിട്ടാണോ? അല്ലല്ലോ. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ആലോചിക്കണ്ട. പിന്നെ അവൾക്ക് ജ്യൂസിൽ മയക്ക് ഗുളിക കൊടുക്കുന്ന കാര്യം ഞാൻ അതെൻ്റെ കയ്യിൽ ഉണ്ട്. അത് ഞാൻ നേരത്തെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഓർത്ത് നീ പേടിക്കണ്ട. രോഹിതാണെങ്കിൽ പറയുകയാണ്, നീ എന്തൊക്കെ ആവശ്യമില്ലാത്ത കാര്യം ആലോചിക്കുന്നുണ്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇത് വലിയ കുരുക്കാണേ എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. അപ്പോൾ ഹരി സമ്മതിക്കുന്നില്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? ഒരു കുഴപ്പമില്ല, നീ ഇതിന് മാറി നിൽക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല, ഞങ്ങളെല്ലാവരും ഉണ്ട്, പിന്നെ നിനക്കെന്താ വന്ന എന്ന് ചോദിക്കുകയാണ്. ആ ശരി, വൈകിട്ട് എല്ലാവരും കൂടെ ഒരിടത്ത് വെച്ച് കാണാമെന്നൊക്കെ ഹരി പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആലോചിക്കാം എന്ന് പറയണം. ഈ സമയത്താണെങ്കിൽ അപ്പാട്ടൂരാണെങ്കിൽ ബബിതയുടെ രാവിലെ തന്നെ പോയി ഷോപ്പിൽ പോയി അലീനയ്ക്ക് 3 ജോഡി ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് ബാലേന്ദ്രൻ താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ കോളേജിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ട് ബബിത വരികയാണ്. ബബിതയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യമുണ്ട് അലീനയോട്. ഇപ്പോൾ പഴയക്കാർക്ക് ദേഷ്യം കൂടിയിട്ടുണ്ട്. അങ്ങനെ ബാലേന്ദ്രനാണെങ്കിൽ പോകാനായിട്ട് ഇറങ്ങി വരുമ്പോൾ ബബിത ഡ്രസ്സും വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. അപ്പം ദാണ്ടെ ഡ്രസ്സ് എന്ന് പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, എൻ്റെ കയ്യിൽ എന്തിനാ തരുന്നത്? നീ അല്ലി അവളുടെ ഡ്രസ്സ് എടുത്ത് വലിച്ചു കയറിയത്, അപ്പോൾ നീ തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കൊടുക്കണം, അതാ വേണ്ടുന്നത്. അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ബബിത പറയാണ്. അതെന്താ കൊടുക്കാൻ പറ്റാത്തത്? നിനക്ക് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് വാങ്ങിച്ചു കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. എനിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. എനിക്കിപ്പം അവളെ നേരത്തേക്കൊക്കെ കൂടുതൽ ദേഷ്യമായിട്ടുണ്ട്. ഇത് കൊടുത്തെന്നും പറഞ്ഞ് എൻ്റെ ദേഷ്യം മാറത്തൊന്നുമില്ല. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, നിൻ്റെ ദേഷ്യം മാറാനല്ലല്ലോ ഞാൻ പറഞ്ഞത്, നീ അവളുടെ ഡ്രസ്സ് വലിച്ചു കീറി, അപ്പം അതിന് പകരമായി നീ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കണം. അത് എൻ്റെ തരേണ്ട ആവശ്യമില്ല, നീ നേരിട്ട് അവളുടെ കൈ കൊടുക്കണം എന്ന് പറയാണ്. അപ്പോൾ വീണ്ടും ബബിത പറയാണ്, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയാണ്. ബാലേന്ദ്രൻ പറയാണ്, ദാ നീയൊക്കെ ഉള്ളത് കൊണ്ടാണ് കുടുംബം എന്ന ഈ പ്രസ്ഥാനം ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിലേ എന്നെ ഇത് അടച്ചു പൂട്ടി എല്ലാത്തിനെയും അടിച്ചിറക്കി ഇത് സീല് വെച്ചേനെ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. എന്നെക്കൊണ്ട് സമനില തെറ്റിക്കൽ മര്യാദയ്ക്ക് കൊണ്ട് കൊടുക്കടി എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ ചൂടാവുകയാണ് ബബിതയെടുത്ത്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബബിത പേടിച്ചുകൊണ്ട് അലീനയെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ദേഷിച്ച് നോക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ ഒരു വിഷമത്തോടെ അത് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദേഷിച്ച് ബബിത അങ്ങ് പോവാണ്. അപ്പോൾ ബാലേന്ദ്രൻ അലീനയുടെ അടുത്ത് വന്ന് പറയുകയാണ്, ഞാൻ ഇറങ്ങിയാ മോളെ, ഈ അവൾ കാണിക്കുന്നതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, അവളെ ഇതും കാണിക്കും ഇതിനപ്പുറവും കാണിക്കും. അങ്ങനെ ബാലേന്ദ്രൻ ഇറങ്ങുവാണ്. അപ്പം ബാലേന്ദ്രൻ്റെ അടുത്ത് വന്ന് അലീന പറയാണ്, അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, അച്ഛൻ എന്തിനെ ഇപ്പം എനിക്ക് വേണ്ടി അവളെ കൊണ്ട് ഡ്രസ്സ് വാങ്ങിപ്പിച്ചത്? ബാലേന്ദ്രൻ പറയാണ്, അവളെ ചെയ്ത തെറ്റിന് ശിക്ഷ വേണ്ടേ? അപ്പം അവൾ തന്നെ വലിച്ചേറി അവൾ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരണം, അതാ അതിൻ്റെ ശരിയെന്ന് ബാലേന്ദ്രൻ പറയാണ്. ഇപ്പം എന്നിട്ട് എന്ത് സംഭവിച്ചാ? ഇപ്പം പഴയതേക്കാൾക്ക് കൂടുതൽ അവൾക്ക് എന്നോട് ദേഷ്യമായി, അല്ലാതെ എന്ത് സംഭവിക്കാൻ? അപ്പം ബാലേന്ദ്രൻ പറയാണ്, അത് കുഴപ്പമില്ല, ദേഷ്യമായാലും ചെയ്ത് തെറ്റാണെന്ന് അവൾക്ക് ബോധ്യം വേണം. ഇതുകൊണ്ട് ബോധ്യമാവുമെന്ന് നമ്മൾ വിചാരിക്കണ്ട, എന്നാലും അവൾ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുത്തേ പറ്റൂ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അവളുടെ സ്വഭാവം മഹാവഷളായി വരികയെന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ അലീന പറയാണ്, അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് അവൾ എങ്ങനെ പെരുമാറിയാലും എനിക്കൊരു പ്രശ്നമില്ല, അതൊന്നും അച്ഛൻ ശ്രദ്ധിക്കണ്ട. അച്ഛനിപ്പം അവളുടെ പോക്കാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ സംശയത്ത് അലീനയെ നോക്കുവാണ്. എന്താ മോളങ്ങനെ പറഞ്ഞേ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്. അല്ല, എനിക്ക് തോന്നുന്നു ബബിതയുടെ പോക്ക് അത്ര ശരിയല്ലെന്ന്. അച്ഛൻ അവളെ ഒന്ന് നന്നായിട്ട് നോക്കണം. കോളേജിൽ പോകുന്നതും അതുപോലെ അവളുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടുതലൊരു ശ്രദ്ധ വേണം. എന്തെങ്കിലും ആപത്ത് ചെന്ന് പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോൾ നമുക്കത് തിരുത്താനും പറ്റത്തില്ല എന്ന് അലീന പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ആകപ്പാടെ ടെൻഷനാവുന്നുണ്ട്. എന്താ മോളെ, എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, എനിക്ക് അവളിൽ എന്തൊക്കെയോ സംശയം തോന്നുന്നു അച്ഛാ, അവളുടെ പോക്ക് ശരിയല്ല, അവൾ ഏതോ പയ്യനായിട്ട് അടുപ്പത്തിലാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് അലീന പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, മോൾ എന്താ അങ്ങനെ പറഞ്ഞത്? വെറുതെ എന്തായാലും അങ്ങനെ പറയത്തില്ലല്ലോ. ഏയ് ഒന്നുമില്ല അച്ഛൻ, എൻ്റെ ഒരു സംശയം മാത്രം, ശരിയാവണമെന്നില്ല. എന്നാലും അച്ഛൻ അവളെ കൂടുതൽ ശ്രദ്ധിക്കണം. അവളുടെ കോളേജിൽ പോകണം, അവൾ കോളേജിൽ വിട്ട് എങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് തന്നെയാണോ വരുന്നത്, എല്ലാം അച്ഛൻ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയാണ്. എന്നായിട്ടുള്ള അടി അച്ഛൻ വലുതായിട്ട് കാര്യമാക്കണ്ട, അവളുടെ ഭാവി പോകുന്ന കാര്യമാണ്, അതുകൊണ്ട് അവളെ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് ബാലേന്ദ്രനോട് അലീന പറയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ്റെ കാര്യം മനസ്സിലായി. ബബിതയുടെ പോക്ക് അത്ര ശരിയല്ലെന്ന് ബാലേന്ദ്രന് മനസ്സിലാവുകയാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ ഹരി പറഞ്ഞ പ്രകാരം എല്ലാവരും വൈകിട്ട് ഒത്തുകൂടുകയാണ്. ആദ്യം രോഹിത്താണ് വരുന്നത്. അപ്പോൾ രോഹിത്തിനോട് കാര്യമൊക്കെ പറയുന്നുണ്ട്. നമുക്കാണെങ്കിൽ ആ ജോമോൻ്റെ
കിടക്കുന്ന വീട് അവിടെ എങ്ങാനും നമുക്ക് പോകാം. ആരുടെയെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷൻ ഉണ്ടോ എന്ന് പറയാം. അപ്പം അവൾ എൻ്റെ കൂടെ വരുമല്ലോ. അങ്ങനെ ഞാനും ശരണ്യം കൂടെ ബൈക്ക് വരും. അപ്പം അവിടെ മറ്റുള്ളവരാരും ഇല്ലല്ലോ, നമ്മൾ 5 പേരും മതി എന്ന് പറയാണ്. പിന്നെ ബാക്കി കാര്യം നിന്നോട് ഞാൻ പറയണ്ടല്ലോ എന്ന് ഹരി പറയുന്നുണ്ട്. അപ്പം രോഹിത് പറയാണ്, നീ എന്തൊക്കെ ഈ പറയുന്നത്? ഇതേ അകത്താവുന്ന കേസാ. ഒരു പെൺകുട്ടിയോടാ നമ്മളിങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറുന്നത് എന്ന് രോഹിത് പറയാണ്. അപ്പം ഹരി പറയാണ്, എന്ത് അപമര്യാദ? എൻ്റെ കയ്യിൽ നിന്ന് എത്ര പൈസയാണ് ചിലവാക്കിയിട്ടുള്ളത്. ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ പല വട്ടമായിട്ട് അവൾ വഴുതി പോവുക. ഇനി അങ്ങനെ പോകാൻ പറ്റത്തില്ല. എൻ്റെ എന്തൊക്കെ പൈസ അവളുടെ ചിലവാക്കി എന്ന് ഹരി പറയാണ്. രോഹിത് പറയാണ്, അവൾക്ക് നിന്നോട് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാടാ. നീ എന്തിനാ അവളെ വഞ്ചിക്കാൻ നോക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. എന്ത് ആത്മാർത്ഥ? ഒരു ആത്മാർത്ഥയല്ല. ഇവളുമാരൊക്കെ എന്ത് ആത്മാർത്ഥയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹരി വളരെ പുച്ഛത്തോടെ സംസാരിക്കുകയാണ്. രോഹിത്, അത് ശരിയല്ല, നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന് തന്നെ രോഹിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഹരി പറയാണ്, നീ എന്തൊക്കെയാണ് പറയുന്നത്? നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ അത്ര പാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ കാര്യങ്ങളൊന്നും അവൾ പുറത്ത് പറയത്തില്ല. അപ്പോൾ രോഹിത് പറയാണ്, നിന്നോട് ആരാ പറഞ്ഞത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൾ പുറത്ത് പറയത്തില്ലെന്ന്? അവൾ തീർച്ചയായിട്ടും പുറത്ത് പറയും. അപ്പോൾ ഹരി പറയാണ്, ഞാൻ അവളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു വെക്കും. അതോടെ അവൾ പിന്നെ ആരോടും പറയത്തില്ല. ഇനി അവൾ പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇട്ട് അവൾ നാറ്റിക്കുമെന്ന് ഞാനങ്ങ് പറയും. അല്ല പിന്നെ എന്ന് ഹരി പറയാണ്. ഇത് കേൾക്കുമ്പോൾ രോഹിത് പറയാണ്, നീ എന്ത് ദുഷ്ടനാടാ, എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് രോഹിത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഹരിയാണെങ്കിൽ രോഹിത്തിൻ്റെ അടുത്ത് പറയാണ്, നീ എൻ്റെ കൂടെ നിന്നാൽ മതി, നീ ഇതിനകത്തൊന്നും ഇടപെടണ്ട, പക്ഷേ എൻ്റെ കൂടെ നിന്നാൽ മതി എന്ന് പറയാണ്. രോഹിത് പറയാണ്, ആവശ്യമില്ലാത്ത പണിക്കൊന്നും എന്നെ കൂട്ടണ്ട, ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം, നീ എന്ന് എൻ്റെ കൂടെ വരികയും വേണം എന്ന് ഹരി പറയാണ്. നീ എന്തെങ്കിലും ചെയ്യും, ഞാൻ വരാം എന്ന് പറയാണ്. അവസാന നിമിഷമാകുമ്പോൾ നീ ചതിക്കല്ലേ, നീ മുങ്ങിക്കളയല്ലേ എന്ന് പറയാണ്. നീ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട് എന്ന് ഹരി പറയാണ്. രോഹിത് പറയാണ്, നീ വിഷമിക്കണ്ട, ഞാൻ എന്തായാലും നിൻ്റെ കൂടെ തന്നെ കാണും, നമ്മൾ ചെയ്യുന്ന അത്ര നല്ല കാര്യമൊന്നും അല്ല എന്ന് രോഹിത് അന്നേരവും പറയുന്നുണ്ട്. അപ്പോൾ ഹരി അവസാനം പറഞ്ഞ് രോഹിത്തിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഹരി മനസ്സിൽ വിചാരിക്കുകയാണ്, അങ്ങനെ നീ മാത്രം ഒറ്റയ്ക്കങ്ങ് മാറി നിൽക്കേണ്ട, ഞങ്ങളുടെ കൂടെ നീയും വേണം എല്ലാത്തിനും എന്ന് ഹരി മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ഹരിയാണെങ്കിൽ ശരണ്യെ കൊടുക്കാനുള്ള പ്ലാനൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു. കൂടെ രോഹിത്തിനെയും പിടിച്ചിട്ടിട്ടുണ്ട്.